ഹായ് ഫ്രണ്ട്സ്, ഡിയറെക്സിന്റെ ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ജയനെ ബിൽഡിങ്ങിന്റെ മേലെ നിന്നെടുത്ത് താഴേക്ക് ഇടുന്നതായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടത്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് ജയന ഭയങ്കരമായിട്ട് അടിച്ചിടുമ്പം അവൻ കുറച്ച് നിരങ്ങി ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ ആയിട്ട് പോയി നിൽക്കുന്നുണ്ട്. അവിടെ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനെ നോക്കി ഒന്ന് ചിരിച്ച് ആ കൊല്ലാൻ വന്നവരിൽ സ്ട്രേഞ്ചറാണ് മെയിനായിട്ടുള്ളത്. അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ മൂണല്ലേന്ന്. അവര് തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് മൂണാണ് ഇതിന്റെയൊക്കെ പിന്നില്, മൂണിന് മറ്റൊരു മുഖമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ആ കൊല ചെയ്യാൻ വന്നവർക്കറിയത്തില്ല. അവനെന്തായാലും മരിക്കാനും പോവാണല്ലോ, അതുകൊണ്ട് അവരും സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ എടുത്ത് കൈയും കാലും എല്ലാം കെട്ടിയിട്ട് താഴേക്ക് എടുത്ത് ഇടുവാണ്. അത്രയും വലിയ ബിൽഡിങ്ങിന്റെ മേലേന്ന് താഴേക്ക്. ആ സമയത്ത് പോലും അവൻ ആജിനെ കുറിച്ച് ആലോചിച്ച് അവളുമായിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, പക്ഷെ കുറെ ഉണ്ടല്ലോ. അതൊക്കെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് വീഴുന്നത്, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുന്നത്. ഇവിടെ യൂൻജുൻ അവന്റെ ചെറുപ്പം മുതലേയുള്ള ആൽബം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെടുത്ത് നോക്കി ഫീൽ ചെയ്യുന്ന സമയത്താണ് ജയന്റെ ഫോണിൽ നിന്ന് ഒരു ലിങ്ക് വരുന്നത്. ഇത്രയും നേരം അവൻ ക്യാമറ നോക്കി സംസാരിച്ചായിരുന്നല്ലോ. ക്യാമറ നോക്കി മാത്രമല്ല, അവരെ സംസാരിച്ച ആ ഒരു എവിഡൻസ്, അതാണ് വീഡിയോ ആയിട്ട് അവന്റെ ഫോണിൽ വന്നേക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ആ എവിഡൻസ് യൂൻജുൻ ആജിനൊക്കെ അവരുടെയൊക്കെ ഫോണിലേക്ക് ലിങ്ക് ആയിട്ട് പോകും വിധം സെറ്റ് ചെയ്തിട്ടാണ് ജയ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചത്. അങ്കിളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇക്കാര്യമായിരുന്നു. ഇവിടെ ജയന്റെ ബോഡി ഒരു ഡ്രമ്മിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് യൂൻജിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. അത് അവരാണ് കാണുന്നത്. ഓഫ്കോഴ്സ് എടുക്കുന്നില്ല. അപ്പൊ അങ്ങോട്ടേക്ക് മൂണിന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഈ ഫോൺ എന്താ ചെയ്യണ്ടേന്ന് അവര് ചോദിക്കുമ്പം അത് ഞാൻ എടുത്തോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് ആ ഫോണ് മേടിക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആജിൻ ജയനെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ റീച്ച് ആവുന്നേ ഇല്ല. അപ്പോഴേ അവക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആകെപ്പാടെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന് മൂണിന്റെ കൂടെ അവള് ഭക്ഷണം കഴിച്ചപ്പം അവന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ പറഞ്ഞായിരുന്നല്ലോ. അതാണ് ഓർമ്മ വരുന്നത്. അവളാണ് അറിഞ്ഞുകൊണ്ട് ആ ചെറുക്കനെ കൊലക്കി കൊടുത്തത്. എന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ബാത്റൂമിൽ പോയി ഷവർ ഓണാക്കി വെച്ച് ഭയങ്കരമായിട്ട് കരയുന്നു. യൂൻജുൻ ജയനെ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണല്ലോ കണ്ടത്. അവനെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ അങ്കിളിന്റെ അടുത്തേക്ക് വന്നിട്ട് ജയ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അങ്കിളിന്റെ കുറ്റബോധം, അവൻ വീഡിയോ ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നു, ഇതൊരു ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പം അത് ഏർപ്പാടാക്കി കൊടുത്തത് അങ്കിളാണ്. പക്ഷെ ഇങ്ങനെ നടക്കുന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്കിൾ അത് ചെയ്യത്തില്ലായിരുന്നു എന്നും പറഞ്ഞ് യൂൻജിന്റെ അടുത്ത് ഫീൽ ചെയ്യുമ്പോഴാണ് യൂൻജിൻ ശ്രദ്ധിക്കുന്നത് അവിടെ ലാപ്ടോപ്പില് ജനം മേലേന്ന് താഴേക്ക് തള്ളി വിടുന്ന കണക്ക് ഒരു വീഡിയോ ഉണ്ട് എന്ന്. അവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അങ്കിൾ പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ള മെമ്മറി കാർഡും ബർണർ ഫോണും യൂൻജിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. ഇവിടെ രാത്രി സമാധാനത്തോടെ ആജിനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുന്ന മൂണ്. അവൾ എണീറ്റ് പോകുന്നുണ്ട്. പുറകെ തന്നെ അവനും. നോക്കുമ്പോ അവിടെ സർവൻസിനെ ഒന്നും കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പം നമുക്കൊന്ന് സംസാരിക്കണം, അതുകൊണ്ട് എല്ലാരെയും ഞാനാ പറഞ്ഞു വിട്ടത് എന്ന് അവള് ചിരിച്ചോണ്ട്. നിനക്ക് എന്താ പറയാനുള്ളതെന്നറിയാൻ ഞാൻ ക്യൂരിയസ് ആണെന്ന് മൂണ്. ഇനി എൻ്റെ മേത്തെ കൈവെക്കുന്ന പരിപാടി, എന്നെ കെട്ടിപ്പിടിക്കുന്ന പരിപാടി, പിന്നെ നിന്റെ ബ്രീത്ത് എൻ്റെ മേത്ത് തൊടുന്നടുത്ത് പോലും അത്രയും അകലത്ത് പോലും വന്ന് നിൽക്കരുത്. ഇതൊക്കെ നിനക്ക് തന്നെ കുറച്ച് ഓവറായിട്ട് തോന്നില്ലേ? ഒന്നുമില്ലേലും നമ്മളെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിന്റെ പാവയൊന്നുമല്ല ഞാൻ, വൈഫാണ്. നിന്നോളം ഈക്വലാണ്, ശരിയല്ലേ എന്ന് അവനെ തന്നെ നോക്കി ചോദിക്കുമ്പം നീ പറയുന്നത് ഞാൻ എന്തിനു കേൾക്കണം? ജയ റെക്കോർഡ് ചെയ്ത് അവര് തമ്മിൽ സംസാരിച്ച ആ ഒരു വീഡിയോ അവനടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനെതിരെയുള്ള ഒരു പ്രൂഫാണല്ലോ അത്. പുറമേ ഭയങ്കര നല്ലവനായിട്ടുള്ള പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പബ്ലിക് ഇമേജ് ഡാമേജ് ആവുമല്ലോ. അതും പറഞ്ഞ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവൻ ആ വീഡിയോ കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അതിലും വലിയ പ്രൂഫാണ് ഇവൻ ആ ഓർഡർ കൊടുക്കുന്ന സമയത്ത് അവളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ ഇത് നെഗോസിയേഷൻ ആണോ അതോ ഭീഷണിയാണോ? അതൊക്കെ പോട്ടെ, നിന്റെ ഫ്രണ്ടല്ലേ ഇത് റെക്കോർഡ് ചെയ്തത്, എന്നിട്ട് അത് തന്നെ നീ ഇങ്ങനെ യൂസ് ചെയ്യാണോ? ഞാനായിട്ട് യൂസ് ചെയ്യുന്നതല്ല, അവൻ തന്നെയാണ് അവനെ യൂസ് ചെയ്യാൻ എനിക്ക് അനുവാദം തന്നത്. അവനതില് പ്രൗഡാണ്. അവൻ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. പക്ഷേ നിന്നെ പോലെയുള്ള ഒരാൾക്ക് അതൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അവന്റെ ഫേസിലേക്ക് കൈവച്ച് അവളില് സോഫ്റ്റ് ആയിട്ട് ഒരു കിസ്സും കൊടുത്തിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. പാവൻ സൈക്കോ തന്നെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്. യൂൻജുൻ ആജിനെ വിളിക്കുന്നുണ്ട്. എന്തിനാ നീ ഇത് ചെയ്തത്? ഇത്രയ്ക്കൊക്കെ വേണമായിരുന്നോ? നീ കാരണം ഒരാളും കൂടെ മരിച്ചില്ലേ, അതും ജയ മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്താ നടന്നത് എന്ന് മാത്രം പറയാന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് അവൻ നിർബന്ധിക്കുന്നതും കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ വില്ലിങ് ആയിട്ടാണ് ചെയ്തത് എന്നും 100% അത് നടക്കുന്നവൻ അറിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന യൂൻജിന് അതങ്ങ് സഹിക്കാനേ പറ്റുന്നില്ല. ഇനിയും ഇവൾ എത്ര പേരെ കൊന്നു മുന്നേറും.
അതാണ് യൂഞ്ചിനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തത്. ആകെപ്പാടെ എനിക്ക് നിന്റെ അടുത്ത് നിന്ന് ഒരേ ഒരു കാര്യം കേട്ടാൽ മതി. നീ ഇനി ഇത് ചെയ്യത്തില്ലല്ലോ, ഇത് അവസാനത്തെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ അടുത്തുനിന്ന് ഒരു റിപ്ലൈ ഇല്ല. ഒച്ചയെടുക്കുമ്പോൾ മൂണിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തന്റെ സ്ഥലം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നു. ഇത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല, ഇനി നിർത്തത്തുമില്ല. അവക്ക് എത്രത്തോളം വേണോ അത്രത്തോളം അവള് പോകുന്നുള്ള രീതിക്കാണ് പറയുന്നത്. അത് മാത്രല്ല യൂൻസിന് ഇത് പറയാൻ വേണ്ടിയിട്ട് അവൻ ആരുമല്ല എന്നുള്ള രീതിക്കും അതും പറഞ്ഞ കോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവനെ കൊണ്ടാണെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് കരഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുത്ത് ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ടർ വന്നായിരുന്നല്ലോ, ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടിയിട്ട്. ആളെ വിളിച്ച് ഇപ്പോഴാ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ, അവളെ എക്സ്പോസ് ചെയ്യാൻ പോവാണെന്ന്. അത് കഴിഞ്ഞിട്ട് യുഞ്ചു നേരെ വരുന്നത് മൂണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സെക്യൂരിറ്റി തടഞ്ഞു വെക്കുമ്പം മൂൺ തന്നെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ജന കൊന്നത് നീയല്ലേ, നീ ഓർഡർ കൊടുത്തതിന്റെ പ്രൂഫ് എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ SD കാർഡ് എടുത്ത് കാണിച്ച് ആജനെ ഹേർട്ട് ചെയ്യാന്ന് നീ വിചാരിച്ചാൽ പോലും ഇത് ഞാൻ പ്രസ്സിന് കൊടുക്കും എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവന് ചിരിയാണ് വരുന്നത്. എന്നെ ബോസ് ചെയ്യാന്നാണ് ഒരുപാട് പേര് വിചാരിക്കുന്നത്. പക്ഷെ ഞാനങ്ങനെ ചുമ്മാ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? നിന്നെക്കാട്ടും പവർഫുൾ ആണ് ഞാനെന്ന് നിനക്ക് തന്നെ അറിയാം. അതിൽ ജസ്റ്റ് എന്റെ പേര് മെൻഷൻ ചെയ്യുന്നെന്ന് പറഞ്ഞ് എനിക്കൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം യൂജൻ അടുത്ത വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. ജയന്റെ ബോഡി ഡ്രമ്മിലാക്കിയതിനു ശേഷം ജയന്റെ ഫോണ് അസിസ്റ്റന്റ് എടുത്തായിരുന്നല്ലോ. ആ സമയത്ത് അവര് സംസാരിച്ചതാണ്. ഈ ചീളി ചെറുക്കൻ നമ്മുടെ സിയോനെ തന്നെ അങ്ങ് മൂപ്പിച്ചളയാന്നാ വിചാരിച്ചത്. ഇവനൊക്കെ ആരുടെ അടുത്താ കളിക്കുന്നത്? സിയോ മൂണിന്റെ പേരൊന്ന് പറഞ്ഞു എന്ന് വെച്ച് എല്ലാവന്മാരങ്ങ് ഒലത്തിക്കളയെന്നാണ് വിചാരിക്കുന്നത്. ആ തീ കൊളുത്തിയ കാര്യമടക്കം എല്ലാം അസിസ്റ്റന്റ് എന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. മതിയല്ലോ, അവന്റെ ഫേസും കാണാം. ഫോൺ എടുക്കുന്നുള്ള കാര്യം ജയ്ക്ക് അറിയായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം കൂടെ സെറ്റപ്പ് ചെയ്ത് വെച്ചത്. എന്തായാലും ഇത് കാണുന്ന മൂണ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടമാണ്. അവനാണെങ്കിൽ തലയും കുനിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുവാണ്. മൂന്നിന് മനസ്സിലായി ഇത് കുറച്ച് സീരിയസ് ആണെന്ന്. യൂൻസൻ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മൂണങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നുമല്ലല്ലോ. എന്റെ മേത്ത് അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് അതങ്ങ് ക്ലീൻ ആക്കിക്കോളും. പക്ഷെ ഇത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താന്നാണോ നീ വിചാരിക്കുന്നത്? ഇത് ഭീഷണിയല്ല, വാണിംഗ് ആണ്. നിനക്കും ആജിനുള്ളത്. ഇനിയും എനിക്കിങ്ങനെ ചുമ്മാ കൈ കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അത് കൊള്ളാം, ഇതേ കണക്ക് നിന്റെ ഫ്രണ്ട് എന്നെ വാൺ ചെയ്തതാണ്. എന്നിട്ടിപ്പോൾ അവന്റെ അവസ്ഥ എന്തായി? നീ ആയിക്കോട്ടെ ജയ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് രണ്ടുപേരും ഒരേപോലെ തന്നെ ഉണ്ട് എന്ന് സർക്കാസായിട്ട് പറയുന്നുണ്ട്. അതായത് ജയനെ കൊന്ന കണക്ക് ഇവനെയും കൊല്ലുന്നാണ് അതിന്റെ അർത്ഥം. അതും പറഞ്ഞ പോകുന്ന മൂണിന്റെ അടുത്ത് ആജനെ വെറുതെ ഇട്ടേക്ക്, അവളെ ഞാനാണ് നിർത്തേണ്ടത്. നീ എപ്പോഴും ചെയ്യുന്ന പോലെ ജസ്റ്റ് നിന്ന് നോക്കിയാൽ മാത്രം മതി എന്നും പറഞ്ഞ യൂഞ്ചൻ അവിടുന്ന് പോകുന്നുണ്ട്. ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന മൂണ്. ആജന്റെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത മൂവി, അതിന്റെ പേര് ആ മീൻ ടു നത്തിങ് എന്നാണ്. അത് വേറെ ലെവലിൽ ഹിറ്റ് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി. എല്ലായിടത്തും അവളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവളുടെ ആക്ട് ചെയ്യുന്നതിൽ സൂപ്പറാണ്. എല്ലാവരും അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു അവാർഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന ആജന് യൂഞ്ചിന്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. പക്ഷെ അവൾ അത് എടുക്കുന്നില്ല. സീരീസ് തുടങ്ങിയ സമയത്ത് അവളൊരു റെഡ് കാർപ്പറ്റിൽ വരുമ്പോൾ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, അതേ ഡ്രസ്സാണ് ഇപ്പോൾ ഇടുന്നത്. ഇവിടെ യൂഞ്ചൻ അവന്റെ ചെറുപ്പത്തിലുള്ള കുറെ ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊക്കെ ആൽബത്തിൽ നിന്ന് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് അത് അവൻ തന്നെ കൊണ്ട് കളയുന്നുണ്ട്. കാറിൽ പോകുന്ന ആജിൻ, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ പോന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. ആജിന് ആ സെറമണി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. റെഡ് കാർപ്പറ്റിൽ അവൾ വരുമ്പം അത്രത്തോളം കയ്യടി, അത്രത്തോളം ഫോട്ടോസ്, അത്രത്തോളം ഫ്ലാഷ് ലൈറ്റ്സ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആജിൻ അത്രത്തോളം ഹാപ്പിയാണ്. ഇതേ സമയം ഇവിടെ യൂഞ്ചിന്റെ അടുത്ത് ആ ഡോക്യുമെന്ററി എടുക്കുന്ന റിപ്പോർട്ടർ വന്ന് സംസാരിക്കുന്നുണ്ട്. ആജിനാണ് ഇക്കൊല്ലം ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടാൻ പോകുന്നത്. ആ അവാർഡ് സെറമണി നടക്കുന്ന അതേ സമയം ഇവര് ആ ഡോക്യുമെന്ററി റിലീസ് ചെയ്യാൻ പോവാണ്. രണ്ടും പാരലൽ ആയിട്ട് നടക്കുന്ന ആ റിപ്പോർട്ടർ വന്ന് പറയുമ്പം അവന് ഹാപ്പി. അവസാനമായിട്ട് ആജിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവാന്ന്. ഡോക്യുമെന്ററിന്റെ ഹെഡിങ് തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പോപ്പുലേഷനിൽ 4% ആൾക്കാർക്ക് മാത്രം വരുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ആജിനുള്ളത്. മറ്റുള്ളവരെ അവള് സ്വന്തം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ടൂള് മാത്രമായിട്ടാണ് കാണുക. അവൾക്ക് പ്രയോജനപ്പെടുന്ന ആണുങ്ങളെ അവളെ സമീപിക്കും. യൂസ് കഴിഞ്ഞതും വലിച്ചെറിയും. ഒരിക്കലും മർഡർ ചെയ്തിട്ടില്ല, പക്ഷെ 2 കൊലപാതകങ്ങളുടെ ഉത്തരവാദിയാണ്. ആ കണക്കങ്ങ് ശരിയാവുന്നില്ലല്ലോ. അച്ഛൻ, അമ്മ, ഗാങ്, പിന്നെ ഇപ്പൊ ജയ്, 4 പേരല്ലേ. എന്തായാലും ഈ ഡയലോഗ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സീരീസിന്റെ തുടക്കത്തിൽ കേട്ട അതേ ഡയലോഗ്സ്, അതേ സീന്. ഇതേ സമയം പാരലലായിട്ട് കൊറിയയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത്, അവാർഡ് ഷോ. അവാർഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് ആക്ട്രസിനെ അനൗൺസ് ചെയ്യാൻ പോകുന്ന സമയം അവിടെ അപ്പുറത്ത് ആജിനെ കുറിച്ച് അറിയാവുന്ന ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിലൊരു പെണ്ണ് സംഖ്യയാണെന്ന് ഉറപ്പാണ്.
അവൾ എത്രത്തോളം നന്നായിട്ട് പെരുമാറി എത്രത്തോളം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു നടക്കും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡോക്യുമെന്ററിയും അവാർഡ് കൊടുക്കുന്നതും മാറി മാറിയാണ് കാണിക്കുക. ഇവിടെ ആജിനെ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അവളുടെ സ്പീച്ചാണ് അവാർഡ് മേടിച്ചതിന് ശേഷമുള്ള സ്പീച്ച്. അതില് അമ്മേ എനിക്ക് കിട്ടിയ അവാർഡ് കണ്ടില്ലേ, ഞാൻ എത്രത്തോളം ദൂരെ വന്നു കണ്ടില്ലേ, അമ്മ ഹാപ്പി അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ജീവിതം അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള വഴി അത്ര ഈസി ആയിരുന്നില്ലെന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വഴി വെട്ടി തെളിച്ചാണ് വന്നതെന്നൊക്കെ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ അപ്പുറത്ത് അവൾ ചെയ്ത ഓരോരോ തെറ്റുകളും എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുറോശെ ഓരോരുത്തരായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴേക്കും ഗാങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. ഗാങ്ങിന്റെ അനിയൻ അവന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബോസ് പുള്ളിക്കാരനെ അവളുടെ അച്ഛന്റെ കേസിൽ കുടുക്കിയതാണല്ലോ, ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ആജൻ ഭയങ്കരമായിട്ട് സ്പീച്ച് കൊടുത്ത് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന ഹീറോയിനെ കുറിച്ച് അതിലും കത്തിക്കുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും. ഈ ഒരു ഡോക്യുമെന്ററി കാട്ടുതീ പോലെ പടരുന്നുണ്ട്. ആദ്യമൊക്കെ അവാർഡ് ഷോന്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാര് ഇതറിയുന്നില്ലെങ്കിലും പതിയെ അവരിലേക്കും സ്പ്രെഡ് ആവുന്നു. ആജിനവിടെ സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുമ്പം ഇവിടെയുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ അവർക്ക് എന്നെ കുറച്ച് വശപ്പിച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്പീച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം അവിടെയുള്ള ഒരു ടിവിയിലും ഈ ഒരു ഡോക്യുമെന്ററിയാണ് എല്ലാവരും കാണുന്നത്. ഫോണിൽ എല്ലാവരും ഇത് തന്നെയാണ് നോക്കുന്നത്. അതും ആ ഡോക്യുമെന്ററിയിൽ ഇപ്പൊ സംസാരിക്കുന്നത് യോൻജുൻ. ആജിന്റെ അച്ഛന്റെ കേസ് അവൻ തന്നെയാണല്ലോ നേരിട്ട് കണ്ടതും ഒരുപാട് കാര്യങ്ങളും ചെയ്തത്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റു പറയുന്നുണ്ട്. അവള് ചെയ്ത കാര്യങ്ങളും ബോസ് നിരപരാധിയാണെന്നുള്ള കാര്യങ്ങളടക്കം എല്ലാം പറയുന്നേറ്റിട്ട് ആജിൻ ഒരുമാതിരി പ്രാന്ത് അടിച്ച കണക്കാണ് അവിടുന്ന് പുറത്തേക്ക് ഇരുന്നത്. ഒന്നാമത് ആജിൻ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സമയം ഇതിന്റെ ഇടയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും കൂടെ മേടിക്കാൻ പോയേക്കുന്നു. ഈ സമയം ഇങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പരന്നിട്ടുണ്ടാവും. എല്ലാരും ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ട്. അവള് പുറത്തേക്ക് പോകുന്ന സമയവും ജനങ്ങള് ഇവളെ നോക്കുന്നു, ചിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇവളതിൻ്റെ ഇടയ്ക്ക് വീഴുന്നൊക്കെയുണ്ട്. ഭയങ്കരമായിട്ട് കഷ്ടം തോന്നുന്നുണ്ട്. അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവള് ഒരു വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഓപ്പോസിറ്റ് ആയിട്ട് യൂൻജൻ വരുന്നുണ്ട്. ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് രണ്ടുപേരും അങ്ങനെ നോക്കിയിരിക്കുമ്പം അടുത്ത സീനില് അവളും അവന്റെ കൂടെ കാറിലുണ്ട്. ആരും ഇല്ലാത്തൊരു ഇടത്തേക്ക് പോയാൽ മതി എന്നാണ് ആജിൻ പറയുന്നത്. കുറച്ചേരം കഴിയുമ്പം നിനക്ക് ഞാൻ ഒരുപാട് അവസരവും ഒരുപാട് സമയവും തന്നു, നീ മാറുമോ നോക്കാൻ. ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ നീ ഒരു തുള്ളി പോലും മാറിയില്ല. നീ ഒരിക്കലും മാറത്തില്ല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇത്രയധികം സമയം വേണ്ടി വന്നു. ശരിയാണ്, ഞാൻ മാറത്തില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? എന്താ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ എനിക്ക് മാത്രമാണ് നിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? എവിടെയും പോകാനില്ലല്ലോ എന്ന് പറയുന്നതിന് നമുക്കൊരുമിച്ച് നരകത്തിലേക്ക് പോകാമെന്നാണ് യൂൻജൻ പറയുന്നത്. നമുക്ക് ഇവിടെ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാന്നുള്ള രീതിക്ക് പറയുന്ന യൂൻജൻ്റെ അടുത്ത് എന്നെ പുറകോട്ടേക്ക് വലിക്കാൻ ഒന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീയുണ്ട് എൻ്റെ അവസാനത്തെ പ്രശ്നം. യൂൻജൻ അവളുടെ കൈ കോർത്ത് പിടിച്ച് നമുക്ക് ഇത് ഇവിടെ നിന്നെല്ലാം അവസാനിപ്പിക്കാം. അതാവുമ്പം ആരും ഹേർട്ട് ആവത്തില്ല. നമുക്ക് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യാം എന്ന് കണ്ണ് ഫുള്ള് നിറഞ്ഞിരിക്കവേ ഐ ലവ് യു അർജുൻ എന്ന് ഫസ്റ്റ് ടൈം അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് ആരും ഇല്ലാത്ത ആ സ്ഥലത്ത് ഒരു ക്ലിഫിന്റെ മേലേന്ന് കാർ ആക്സിഡന്റ് ആക്കി രണ്ടുപേരും താഴെ വീഴുവാണ്. കാർ ഉരുണ്ട് മറിഞ്ഞ് ബ്ലാസ്റ്റ് ആവുന്നൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ ന്യൂസില് ഫേമസ് ആയിട്ടുള്ള റൈറ്റർ യൂൻജന് ആക്സിഡന്റ് ആയെന്നും ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നും കൂടെ പാസഞ്ചർ ആയിട്ടുണ്ടായിരുന്നത് ആക്ട്രസ് ആയിട്ടുള്ള ആജിനായിരുന്നു. പക്ഷെ അവള് മിസ്സിംഗ് ആണ് എന്ന ന്യൂസ് ആണ് വരുന്നത്. ഇവിടെ യൂൻജന്റെ അമ്മ അവൻ എഴുതി വെച്ച ഒരു ലെറ്റർ വായിക്കുവാണ്. അമ്മ അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു നോവായിരുന്നല്ലോ, എപ്പോഴുള്ള ഒരു പ്രശ്നം. അമ്മ ചെയ്ത കാര്യങ്ങളില് അമ്മേനെ മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ അവനെ കൊണ്ട് പറ്റത്തില്ല. ചെറുപ്പത്തിലുള്ള അവന്റെ ഫോട്ടോസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആ ആൽബത്തിൽ നിന്ന് കൊണ്ട് കളഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അതും ഇല്ലാന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ ഒരു ആൽബം അമ്മ പോയി നോക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നു. അതിലൊന്നും തന്നെ ഇല്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ടും ആദ്യമായിട്ടും അവനൊരു ഗിഫ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഹാപ്പി ആയിട്ട് നല്ല മൊമെന്റ്സ് കൊടുത്തായിരുന്നല്ലോ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്, ആ ബാഗ് മേടിച്ചത് എന്ന് തുടങ്ങിയ ചില കാര്യങ്ങൾ, അതൊക്കെ ഹാപ്പി ആയിട്ടുള്ള ഒരു മെമ്മറി ആണെങ്കിൽ പോലും അത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമത്തേക്കുമാണ്. പക്ഷെ അത് ലോങ് ടൈമിലേക്കുള്ള ഒരു റിവെഞ്ച് ആണ്. അത് അമ്മയ്ക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്നും ഹാപ്പി ആയിട്ട് ജീവിക്ക് എന്നും പറഞ്ഞിട്ടാണ് ആ ലെറ്ററിലുള്ളത്. അതും വായിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും സ്റ്റെപ്പിലൂടെ ഇറങ്ങുന്നതും കാല് തട്ടി അവിടെ താഴെ വീഴുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഉരുണ്ട് പറഞ്ഞ് താഴെ വീണ് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അമ്മ. ഒരമ്മേനെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആയിരിക്കണം. ഇവിടെ മൂന്നും ഈ ഒരു ന്യൂസ് ആണ് കാണുന്നത്. ആജിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിട്ടിട്ടുണ്ട്, പക്ഷെ കിട്ടിയില്ല എന്നുള്ളതാണ് അറിയുന്നത്. ഓപ്പോസിറ്റുള്ള ആള് സംസാരിക്കുന്ന കേൾക്കുന്നില്ല. പക്ഷേ വേണ്ട അത്ര എക്സ്ട്രീം ഒന്നും പോകണ്ട.
പിന്നെ ചോദിക്കുന്ന എന്താണോ അതങ്ങ് ചെയ്തു കൊടുത്തേക്ക് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല. ആ ഡോക്യുമെന്ററി ചെയ്ത റിപ്പോർട്ടർ ഉണ്ടല്ലോ, ആള് പറയുന്നുണ്ട് ഹ്യൂൻസിന്റെ ഒഫൻഡർ എന്നുള്ള ബുക്കില് പരാമർശിക്കുന്നത് ആജിനെ കുറിച്ചാണ് എന്ന്. അത് മാത്രല്ല ഒരു വീഡിയോയും ഉണ്ട്. ആജിന് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് കാറ് താഴേക്ക് നോക്കിയിരിക്കുന്ന കണക്ക്. ആജിനും ആ കാറിലെ പാസഞ്ചർ ആയിരുന്നു എന്ന് അതിന്ന് ഉറപ്പുവരുത്താം. പിന്നെ ആ വീഡിയോ ഉണ്ടെങ്കിലും അവള് പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ള ഒരു വിവരവും ഇല്ല. ആജിന് ആക്സിഡന്റ് ആയ അടിവിട്ട് റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ഫുട്ടേജ് ഉണ്ട്. എങ്ങോട്ട് പോയി എന്തായി എന്നൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ കാണുന്നത് കൊറിയയില് ഈ അസ്ഥിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലത്ത് ആജിന്റെ അസ്ഥി വെച്ചേക്കുന്ന സ്ഥലത്ത് ആരോ ഫ്ലവർ ബൊക്കെ കൊണ്ട് വെക്കുന്നതാണ്. ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ അതൊരു പെണ്ണിന്റെ കൈയാണെന്ന് വ്യക്തമാണ്. ഫേസ് കാണിക്കുന്നില്ല, പക്ഷെ ആജിനായിരിക്കണം. അപ്പോഴാണ് ആജിൻ എങ്ങനെയാണ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് കാണിക്കുന്നത്. ആക്സിഡന്റ് ആയ സമയത്ത് രണ്ടുപേർക്കും ജീവനുണ്ടായിരുന്നു. ആജിൻ ഒരുവിധം എണീറ്റ് അവളുടെ സീറ്റ് ബെൽറ്റും കട്ട് ചെയ്ത് യൂഞ്ചിന്റെ കയ്യിൽ അപ്പോഴും പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ആ കൈയും വിടിയിപ്പിച്ച് കഷ്ടപ്പെട്ട് എണീറ്റ് അവിടുന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ യൂഞ്ചിനും കാണുന്നുണ്ട്. അവനാണെങ്കിൽ കൂടുതൽ രക്തത്തെ കുളിച്ച് അവളെ പോവാൻ വിടാൻ താല്പര്യമില്ല, പക്ഷേ അവളെ തടഞ്ഞു വെക്കാനും പറ്റത്തില്ല എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥയില് പോരാത്തതിന് അവള് രക്ഷിക്കുന്നുമില്ല, അങ്ങനെ അങ്ങ് പോവാണ് ചെയ്യുന്നതും. മൊത്തത്തിലൊരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നതും അവളെങ്ങനെയൊക്കെയോ അതിന്റെ കുറച്ച് മേലേക്ക് കയറിയിട്ട് ആ കാറിന്റെ അങ്ങോട്ടേക്ക് നോക്കി, അഥവാ യൂഞ്ചിനുള്ള സ്ഥലത്തേക്ക് നോക്കിയിട്ട് സൈക്കോനെ പോലെ ചിരിക്കുന്നുണ്ട്. യൂൻസിനെ പണ്ട് മുതലേ ജീവിക്കുന്നതിനോട് വലിയ അഭിപ്രായമില്ല, പക്ഷെ ആജിൻ എങ്ങനെയും ജീവിക്കണം എന്നുള്ള വാശിയോടെയാണ് ജീവിച്ചത്. ആ വാശിയായിരിക്കണം അവളെ ഈ ഒരു ആക്സിഡന്റിൽ നിന്നും രക്ഷിച്ചത്. സൈക്കോനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആജിനെയും കാണിച്ചുകൊണ്ടാണ് 12ാമത്തെ എപ്പിസോഡും നമ്മുടെ സീരീസും ഇവിടെ കഴിയുന്നത്. എൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാല് ശരിയാവത്തില്ല. ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത്, അത്രത്തോളം സൂപ്പർ സീരീസ് ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്, പക്ഷേ നമ്മളിങ്ങനെ ഒരിക്കലും ആവരുത് എന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ ഒരു സീരീസ് കംപ്ലീറ്റ്ലി. ഇതിൽ ആക്ട് ചെയ്ത എല്ലാവരും അത്രത്തോളം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹീറോയിൻ. ഇതായിക്കോട്ടെ മാനിപ്പുലേറ്റഡ് ആയിക്കോട്ടെ, രണ്ടും ഒരു സൈക്കോ വൈബായിരുന്നു. ഇത് രണ്ടും കണ്ട് അത് ഒരുമിച്ചാണ് കാണുന്നത്. ഇത് രണ്ടും കണ്ടു കഴിയുമ്പോഴേക്കും ഞാനൊരു സൈക്കോ ആവുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇതുവരേക്കും ആയിട്ടില്ല. ഇനി മാനിപ്പുലേറ്റഡിന്റെ ഒരു 4 എപ്പിസോഡും കൂടെ കാണാനുണ്ട്. അത് പിന്നെ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് ശരിക്കും സൂപ്പർ ആയിട്ടുള്ളൊരു സീരീസ് ആണ്. എക്സ്പ്ലനേഷൻ കേൾക്കുന്നതിനെക്കാട്ടും ഡയറക്റ്റ് ആയിട്ട് പോയി കാണുവാണെങ്കിൽ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ആരും ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, ഇങ്ങനെ ആവരുത് എന്ന് മാത്രമേ വിചാരിക്കാവുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.